വിജയം തന്റെ കൈക്കുള്ളിലായെന്ന് കരുതിയിരുന്ന് അവസാനം അത് കൈവിട്ടു പോയപ്പോൾ രാഹുലിനൊട്ടും താങ്ങാനായില്ല. അവന്റെ മുഖം വിളറി വെളുത്ത് കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. ഈ നാട്ടിൽ തന്നേക്കാൾ വലിയവനായി ആരുമില്ലെന്ന അവന്റെ അഹങ്കാരം ആ നിമിഷം നിലംപൊത്തി. ആരെയും തലയുയർത്തി നോക്കാൻ പോലും കഴിയാതെ അവൻ അവിടെ നിന്നു. സോറി കാവ്യ, നമുക്കിനിയും ലേലം നീട്ടിവിളിക്കാൻ കഴിയില്ല. അവൻ വിഷമത്തോടെ കാവ്യയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേൾക്കെ കാവ്യയ്ക്ക് ദേഷ്യമാണ് വന്നത്. പ്രയാഗയുടെ മുന്നിൽ പരാജയപ്പെടുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ആ സീക്രട്ട് യൂസർ ആരാണെന്ന് അറിയാൻ അവൾ വെമ്പൽ കൊണ്ടു. ആരായാലും അവനൊരു ഫൂളാണ്. അല്ലെങ്കിൽ ഇത്രയും പണം നൽകി ഡയമണ്ട് കിങ്ങിനെ അയാൾ വാങ്ങുമോ? രാഹുലും കാവ്യയും ആശ്ചര്യം കലർന്ന ഭാവത്തിൽ പരസ്പരം ചോദിച്ചു. രാഹുൽ ലേലം വിളിക്കുന്നില്ലെന്ന് കണ്ടതും രാഹുലിന്റെ തോൽവി എല്ലാവരും ഉറപ്പിച്ചു. അവന്റെ കയ്യിലെ കാശെല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഇത്രയും വലിയ കുടുംബത്തിൽ നിന്ന് വന്നിട്ടും അവൻ ഇനിയും ലേലം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലത്രേ. എല്ലാവരും രാഹുലിനെ ഓരോ രീതിയിൽ കളിയാക്കാൻ തുടങ്ങി. ഓരോരുത്തരും തന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കണ്ടതും രാഹുലിന് ദേഷ്യം വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ഹാൾ നിശബ്ദമായി. സോ ആരും ലേലം നീട്ടി വിളിക്കാത്തതിനാൽ സീക്രട്ട് യൂസർ 9527-ന് 2 ആഭരണങ്ങളും നൽകുന്നു. ജനനി സന്തോഷത്തോടെ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. അതേസമയം തന്നെ ആ യൂസർ ഐഡിയിൽ നിന്നും ഒരു മെസ്സേജ് വന്നു. പണം കൊണ്ട് വിലയിരുത്താൻ കഴിയാത്ത ഒരു മനോഹരമായ ആഭരണമാണ് ദി ഡയമണ്ട് കിങ്. അതും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇത്രയും മനോഹരമായ ഒരു ഡിസൈൻ ഉണ്ടായിട്ടില്ല. എന്നാൽ എവർ ലാസ്റ്റിംഗ് ലൈറ്റ് അതിന് കണ്ണു തട്ടാതിരിക്കാൻ ഉണ്ടാക്കിയതുപോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിയ ആ എവർ ലാസ്റ്റിംഗ് ലൈറ്റ് ഈ സ്റ്റേജിൽ വെച്ച് തന്നെ നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മെസ്സേജ് വായിച്ച ജനനി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു നിമിഷം ആ ഹാൾ ആകെ നിശബ്ദമായി. ഒന്ന് ചിന്തിച്ചു നിന്ന ജനനി ആ ആഭരണം കയ്യിലെടുക്കുകയും പേപ്പർ വെയിറ്റായി ടേബിളിലുണ്ടായിരുന്ന ക്രിസ്റ്റൽ ബോൾ ഉപയോഗിച്ച് അത് തകർക്കുകയും ചെയ്തു. അന്ന് അവിടെ വന്നപ്പോൾ മുതൽ കണ്ടുകൊണ്ടിരുന്ന രാഹുലിന്റെയും കാവ്യയുടെയും അഹങ്കാരവും ധാർഷ്ട്യവും ജനനിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തോൽവിയിൽ അവളും സന്തോഷിച്ചു. രാഹുലിനും കാവ്യയ്ക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. അവരെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് സീക്രട്ട് യൂസർ ആഭരണം നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു ആഭരണം നശിപ്പിച്ചത് കണ്ട് എക്സിബിഷൻ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കി പലതും പറഞ്ഞു. എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ആ നിമിഷം അവിടെ നടക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ രാഹുലും കാവ്യയും നാണക്കേടിന്റെ അങ്ങേയറ്റത്ത് എത്തിയിരുന്നു. ആരാണ് ഈ സീക്രട്ട് യൂസർ? രാഹുൽ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അവൻ സംശയത്തോടെ എല്ലാവരെയും നോക്കി. അവസാനം അവന്റെ നോട്ടം അർജുനിലും പ്രയാഗയിലും ചെന്നെത്തി. 1,00,000 രൂപ പോലും അവരുടെ കയ്യിലെടുക്കാനുണ്ടാവില്ല. അങ്ങനെയുള്ളവർ 1.5 കോടി കൊടുത്ത് ഈ ആഭരണങ്ങൾ വാങ്ങുമോ? രാഹുൽ ചിന്തിച്ചു. അവർക്ക് തന്നെ തോൽപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടാകും. പക്ഷേ ഇത്രയും കാശൊന്നും അവരുടെ കയ്യിലില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. അവരല്ലെങ്കിൽ വേറെ ആരാ? ബിസിനസിന്റെ കാര്യത്തിൽ എന്റെ കുടുംബത്തിന് ധാരാളം ശത്രുക്കളുണ്ട്. എങ്കിലും അവരാരും ആകാൻ ചാൻസില്ല. പിന്നെ ആരായിരിക്കും എന്നറിയാൻ അവൻ എല്ലാവരെയും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാഹുൽ, നമുക്കെവിടെ നിന്ന് പോകാം. അവളുടെ മുന്നിൽ ഇങ്ങനെ തലകുനിച്ചു നിൽക്കാൻ എനിക്ക് വയ്യ. ആ സീക്രട്ട് യൂസർ ആരാണെന്ന് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കാം. കാവ്യ ചെന്ന് അവനോട് പറഞ്ഞു. അവളുടെ മുഖം വല്ലാതെ മാറിയിരുന്നു. അവൾ പറഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന രാഹുലിനെ അവൾ ബലം പ്രയോഗിച്ച് ഹാളിനു വെളിയിലേക്ക് കൊണ്ടുപോയി. അതേസമയം പ്രയാഗ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അവളുടെ ഡിസൈൻ എക്സിബിഷനിലെ ഏറ്റവും നല്ല ഡിസൈനായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിന് 10 ഇരട്ടിയോളം വില ലഭിക്കുകയും ചെയ്തത് അവൾക്ക് വിശ്വസിക്കാനായില്ല. സന്തോഷം കൊണ്ട് അവളുടെ മനസ്സ് ചിറകടിച്ച് പറക്കുന്നത് പോലെ അവൾക്ക് തോന്നി. 1% പോലും വിജയപ്രതീക്ഷ ഇല്ലാത്ത ഒരിടത്തിൽ നിന്ന് ഒടുവിൽ താൻ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതോർത്ത് അവൾ അഭിമാനം കൊണ്ടു. അർജുൻ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഡയമണ്ട് കിങ്ങിന് 1 കോടിയോളം വില വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര സന്തോഷായി, അവൾ ആവേശത്തോടെ പറഞ്ഞു. നമ്മുടെ ഡയമണ്ട് കിങ് ഈ എക്സിബിഷനിലെ മാത്രമല്ല, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഡിസൈനാണെന്ന് ആ സീക്രട്ട് യൂസർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അയാൾ അത്രയും രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തത്. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രാവണ ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനറും ഡയമണ്ട് കിങ്ങിന്റെ മേക്കറുമായ മിസ്സിസ് പ്രയാഗയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജനനി അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു. സന്തോഷം അടക്കി പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി അവൾ സ്റ്റേജിലേക്ക് കയറി. ക്യാമറ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിത്തിളങ്ങി. എല്ലാവരും അവളുടെ ചിത്രം പകർത്തി. ചുറ്റിനുമുള്ളവർ ആഹ്ലാദത്തോടെ കൈയടിക്കുന്നുണ്ടായിരുന്നു.
ഇതെല്ലാം കണ്ട പ്രയാഗയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ഈ പെൺകുട്ടിയാണോ ഡയമണ്ട് കിങ്ങിന്റെ ഡിസൈനർ? ഇവൾ പാലക്കൽ കുടുംബത്തിലെ കുട്ടിയല്ലേ പ്രയാഗ? തീർച്ചയായും ഈ ഒരു പോസ്റ്റിന് ചേരുന്ന ആളാണവൾ. അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രയാഗയെ നോക്കി പറഞ്ഞു. അവളുടെ ഡിസൈൻ മാത്രമല്ല, അവളുടെ സ്വഭാവവും നല്ലതാണ്. എല്ലാവർക്കും അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല. മറ്റൊരു സ്ത്രീ പ്രശംസിച്ചു. അവളുടെ ഡിസൈൻ കോടിക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇത്രയും വിലയേറിയ ആഭരണം ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവില്ല. മറ്റൊരാൾ പറഞ്ഞു. പ്രയാഗയെ എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു. പ്രയാഗ എല്ലാവരുടെയും ആശംസകളെയും നല്ല വാക്കുകളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവർക്കും പുഞ്ചിരിയോടുകൂടി നന്ദി അറിയിച്ചു. നിങ്ങളുടെ ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്, അവൾ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. നമസ്കാരം പ്രയാഗ മാഡം, ഞാൻ ഡേ ടു ഡേ ന്യൂസ് പേപ്പറിലെ റിപ്പോർട്ടറാണ്. എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത ഡിസൈൻ ആരംഭിക്കുക? ഒരു റിപ്പോർട്ടർ ധൃതിയിൽ വന്ന് ചോദിച്ചു. മിസ്സിസ് പ്രയാഗ, അടുത്ത ഡിസൈൻ ചെയ്യുന്നതിനായി ഞാൻ 20 ലക്ഷം രൂപ തരാം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ ഒരു അപ്പോയിന്റ്മെന്റ് തരുമോ? ഒരു ജ്വല്ലറി ഉടമ ആവേശത്തോടെ അവളോട് ചോദിച്ചു. ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഹെവി വർക്ക് ജ്വല്ലറിയെപ്പറ്റി ക്ലാസ് എടുക്കാൻ വരുമോ? മറ്റൊരു ജ്വല്ലറിയുടെ MD ആയിരുന്നു അത് ചോദിച്ചത്. വളരെ പെട്ടെന്ന് ആ എക്സിബിഷന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ പ്രയാഗയായി മാറി. എല്ലാവരെയും കണ്ട് സംസാരിക്കാനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അവൾ മറന്നില്ല. അപ്പോഴെല്ലാം അർജുൻ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. എക്സിബിഷന് ശേഷം അർജുനും പ്രയാഗയും പുറത്തിറങ്ങി. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഹർഷനോട് പറഞ്ഞ് കാറുമായി വരാം. അർജുൻ പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് അവൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. ഇതാ സാർ ഡയമണ്ട് കിങ്. സാർ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. ഹർഷൻ കാർ ലോബിയിൽ വെച്ച് ഒരു ക്രിസ്റ്റൽ ബോക്സ് അർജുന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ആ ക്രിസ്റ്റൽ ബോക്സ് വാങ്ങി പോക്കറ്റിലിട്ടു. ഈ മാല പ്രയാഗയ്ക്ക് വളരെ സ്പെഷ്യലായ ഒന്നാണ്. അവൾ എന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായും അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത് ഞാൻ തന്നെ അവളുടെ കഴുത്തിൽ അണിയിക്കുമായിരുന്നു. അവൻ ദൂരെ നിൽക്കുന്ന പ്രയാഗയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്കു വേണ്ടി എത്ര പണം ചെലവാക്കാനും അവൻ ഒരുക്കമായിരുന്നു. അവളുടെ സന്തോഷം, അത് മാത്രമായിരുന്നു അവന് പ്രധാനം. നിന്നെ ഏൽപ്പിച്ച ജോലി നീ വളരെ നന്നായി തന്നെ ചെയ്തു. ഇത്തവണത്തെ നിന്റെ ശമ്പളത്തിന്റെ കൂടെ 1 ലക്ഷം രൂപ അധികം തരും ഞാൻ, അവൻ ഹർഷനോട് പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം എനിക്ക് ഇപ്പോൾ തന്നെയുണ്ട്. അധികം പണമൊന്നും എനിക്ക് വേണ്ട സർ, ഹർഷൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ജോലി അതുപോലെ ചെയ്യുന്നവരെ ഞാൻ എന്നും നന്നായി തന്നെ നോക്കും. അർജുൻ അതും പറഞ്ഞുകൊണ്ട് അവന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അർജുൻ സർ, സാറിന് മാഡത്തിന് എത്ര ഇഷ്ടമാണെന്ന് മാഡത്തിനോട് തുറന്നു പറഞ്ഞൂടെ? മാഡത്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് സാറാണെന്ന് മാഡം അറിയട്ടെ. എങ്കിൽ മാഡം എന്നും സാറിനൊപ്പം ഉണ്ടാവില്ലേ? ഹർഷൻ സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് അവളെ എന്നെ ഇഷ്ടപ്പെടേണ്ട ഹർഷൻ. എന്റെ ഭാര്യ എന്നെ ഞാനായി തന്നെ അംഗീകരിക്കണം. എന്റെ പണമോ സ്വത്തോ കണ്ട് അവൾ ഒരിക്കലും എന്നെ സ്വീകരിക്കരുത്. അതെനിക്കിഷ്ടമല്ല. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഹർഷൻ. അപ്പോൾ എല്ലാം ശരിയായി തന്നെ സംഭവിക്കും, അർജുൻ ഗൗരവത്തോടെ പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് ഹർഷന് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ഹർഷൻ കാർ മുന്നോട്ടെടുത്തതും അർജുൻ കുറച്ചു സമയം അവളെ നോക്കി നിന്നു. അവളുടെ സന്തോഷമുള്ള ആ മുഖം കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു സമാധാനം തോന്നി. അല്പസമയം കഴിഞ്ഞ് പ്രയാഗ അവർക്കടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവൻ അവൾക്കായി കാറിന്റെ ഡോർ തുറന്നുകൊടുത്തു. അവൾ കയറിയതും ഹർഷൻ കാർ സ്റ്റാർട്ട് ചെയ്തു. പ്രയാഗ ഹാപ്പിയായോ? അർജുൻ ചോദിച്ചു. ഹാപ്പി ആയോ എന്നോ? പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ഹാപ്പിയാണ് ഞാനിന്ന് അർജുൻ. ഇതൊക്കെ സ്വപ്നമാണോ എന്നുപോലും എനിക്ക് തോന്നിപ്പോകുന്നു, അവൾ തിളങ്ങുന്ന കണ്ണുകളോടുകൂടി പറഞ്ഞു. അർജുൻ അവളെ പുഞ്ചിരിയോടെ നോക്കി. അർജുൻ, ഫോൺ തുറന്ന് എവിടെ നോക്കിയാലും എനിക്കിപ്പോ എന്റെ പേര് കാണാം. ഞാൻ ശരിക്കും ഒരു സെലിബ്രിറ്റിയായി. ആരാണാവോ ആ സീക്രട്ട് യൂസർ? ശരിക്കും അയാളെ കണ്ട് എനിക്ക് നന്ദി പറയണം. അയാളില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇത്ര ഹാപ്പി ആയിരിക്കാനും അയാൾ തന്നെയാണ് കാരണം, അവൾ സന്തോഷത്തോടുകൂടി അവനോട് പറഞ്ഞു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.